ഇപ്പം മധുരക്കിഴങ്ങെല്ലാം നടുന്ന സമയമായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങ് നട്ടാലോ? ഞാൻ കുറച്ച് തണ്ടുകൾ കൊണ്ടുവന്ന്, ചൂട് സമയമായിരുന്നു, സമ്മറായതുകൊണ്ട് അലക്കുകല്ലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതങ്ങ് കാട് പോലെ വളർന്നേക്കുക. ഇനി നമുക്കതൊന്ന് പറിച്ച് നടാം. അതിൻ്റെ ഇപ്പുറത്ത് തന്നെയായിട്ട് ഞാൻ കുറച്ച് പുല്ലൊക്കെ കളഞ്ഞ് 2 തടമെടുത്തിട്ടുണ്ട്. കുറച്ച് മണ്ണുകളെല്ലാം നല്ലപോലെ കൂട്ടിയിട്ട് തടമെടുക്കുകയാണ്. പുല്ലൊക്കെ കളഞ്ഞ് അതുപോലെ കൊത്തിക്കളച്ച് മണ്ണിന് നല്ല നീർവാഴ്ചയും പിന്നെ അതുപോലെ ചാണകപ്പൊടിയും വിതറി. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മധുരക്കിഴങ്ങ് നമ്മൾ നടേണ്ടത്. അതിന് നല്ല തണുപ്പ് വേണം. നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താലാണ്. മഴ സമയമാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഇത് നടാൻ ഉപയോഗിക്കാം. ഞാൻ ആ കാട് പോലെ കിടന്നതെല്ലാം പറിച്ചെടുത്ത് അതൊരു 4 ഇല 4 5 ഇല വരുന്നിടത്ത് വെച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നടാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ഒത്തിരിയേറെ ഉണ്ട്. അത് വേറെ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് നടാമെന്ന് വെച്ചു. പക്ഷേ ഇത് പെട്ടെന്ന് കാട് പോലെ വളരും. അതുകൊണ്ട് ഞാൻ കുറച്ച് തടം എടുത്ത് അതിന് ചുറ്റും ഇവിടെ കുറച്ച് പട്ടയെല്ലാം കിടന്നിട്ടുണ്ടായിരുന്നു. ആ പട്ടയെല്ലാം എടുത്ത് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പടരുമ്പോൾ അതൊന്ന് അകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അധികം പടർന്നു കിടന്നാൽ മഴക്കാലത്ത് നമുക്ക് പേടിക്കണം. ഒന്നാമത് പാമ്പിനെ കുറിച്ചൊക്കെ പേടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് കാട് പോലെ വളരാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. മധുരക്കിഴങ്ങിൽ ധാരാളമായിട്ട് വിറ്റാമിൻ എയും അതുപോലെ അന്നജവും പ്രോട്ടീനും ഉണ്ട്. ഈ പ്രോട്ടീൻ ധാരാളമായിട്ടുള്ളത് കൊണ്ട് ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിൽ വർക്ക് ചെയ്യുന്നവരെ എപ്പോഴും പ്രിഫർ ചെയ്യാറുണ്ട്. ക്ലയൻസിനെല്ലാനും ഈ മധുരക്കിഴങ്ങ് കഴിക്കാനായിട്ട് അവർ പ്രിഫർ ചെയ്യാറുണ്ട്. അതുപോലെ അതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എയും ഉണ്ട്, അന്നജവും ഉണ്ട്. ഇത് പല തരത്തിലുള്ളതുണ്ട്. ഞാനിത് ചുമന്നതാണ് നട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാനും പാകത്തിന് നട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പുല്ലെല്ലാം പറിച്ച് ഒരു വശത്ത് എൻ്റെ പച്ചമുളകും തോട്ടവും മറ്റേ വശത്ത് മധുരക്കിഴങ്ങും.